ഹലോ, ഇന്ന് കടയിൽ നിന്ന് വന്നതിന് ശേഷം എളുപ്പം ഉണ്ടാക്കാനായിട്ട് നൈറ്റ് ഞങ്ങൾ ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. ഉപ്പുമാവ് ഒന്ന് കളർഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അല്ലെങ്കിൽ ഒരു കഷ്ണം ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്. പച്ചക്കറിയൊന്നും ഈ പിള്ളേർക്ക് ഒട്ടും ഇഷ്ടമില്ല. ഇങ്ങനെയൊക്കെ ചെല്ലിച്ചുള്ള എല്ലാവരും വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുഞ്ഞാപ്പിയൊക്കെ ആണെങ്കിൽ എപ്പോഴും മുട്ട പൊരിച്ചത്, പപ്പടം അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ എണ്ണ ഇപ്പോൾ കണ്ടോ, എണ്ണ വെട്ടി തിളച്ചതിന് ശേഷം അതിലേക്ക് കടുകിട്ട് താളിച്ച് ഇഞ്ചി, പച്ചമുളക്, നമ്മുടെ ചുവന്നുള്ളി ഇട്ട് അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ക്യാരറ്റും കൂടെ ഇട്ടൊന്ന് ബോയിലാക്കണം. കാരണം ക്യാരറ്റ് പച്ചയാണല്ലോ, ഒന്ന് ബോയിലാവുന്നത് നല്ലതാണ്. അതിലേക്ക് ഉപ്പും ഇട്ട് നമ്മൾ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങയും കൂടെ ഇട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് വെട്ടി തിളപ്പിക്കണം. ആ ഒപ്പം നമ്മൾ കറിവേപ്പിലയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ വെള്ളം തിളച്ച് കഴിഞ്ഞതിന് ശേഷം വേണം, നമുക്കറിയാമല്ലോ വീട്ടിലമ്മമാരൊക്കെ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ വെള്ളം നല്ലവണ്ണം വെട്ടി തിളച്ചതിന് ശേഷം വേണം നമുക്ക് ആ റവ അങ്ങോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ അത്യാവശ്യം ഇപ്പോൾ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടട്ടെ, കുഞ്ഞാപ്പിക്കൊക്കെ ഒരു ഇച്ചിരി കളർഫുള്ളാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ലേശം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, ഒരു യെല്ലോ കളറിലിരിക്കാനായിട്ട്. കണ്ടോ, ഇപ്പോൾ പറയുക നല്ലവണ്ണം അതിനകത്ത് കിടന്ന് പാകമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേകമായിട്ട് തന്നെയാണ് കേട്ടോ. മറ്റുള്ള ഓയിലിനേക്കാളും വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. കണ്ടോ, ഉപ്പുമാവ് നല്ല അടിപൊളിയായിട്ടുണ്ട്.